പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായിരിക്കട്ടെ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം കുറച്ച് വചനങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. മത്തായി 12:43 ഇപ്രകാരം വായിക്കുന്നു: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പിശാച് കടക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എങ്ങനെയാണ് പിശാച് കടന്നു വരുന്നത്? ആമേൻ. ദൈവത്തെ അറിഞ്ഞ, ആമേൻ, സ്നാനപ്പെട്ട, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, എങ്ങനെയാണ് ഒരു പിശാച്, ആമേൻ, സ്തോത്രം, കടന്നു വരുന്നത്? ആമേൻ. നമ്മൾ ക്ഷണിച്ചിട്ടല്ലാതെ ഒരിക്കലും പിശാച് നമ്മളിലേക്ക് കടന്നു വരുന്നില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, ചില ബലഹീനതകൾ വരുമ്പോൾ, ആമേൻ, സ്തോത്രം, എങ്ങനെയാണ് ബലഹീനതകൾ വരുന്നത്? ചിലപ്പോൾ വാക്കിലൂടെ ആവാം, നോട്ടത്തിലൂടെ ആവാം, ചിന്തയിലൂടെ ആവാം, പ്രവൃത്തിയിലൂടെ ആവാം. ആമേൻ. ഹല്ലേലൂയ. ഇതിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും വരാറുണ്ട്. ആമേൻ. സ്തോത്രം. നാം അറിഞ്ഞും അറിയാതും ചെയ്യുന്ന പാപപ്രവൃത്തികളിലൂടെ പിശാച് കടക്കാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ലൈഫിൽ പ്രാർത്ഥനയില്ലാതെ വരുമ്പോൾ, ആമേൻ, ആരാധനയില്ലാതെ വരുമ്പോൾ, വചന ശുശ്രൂഷ, ആമേൻ, ഹല്ലേലൂയ, വചനങ്ങൾ, ആമേൻ, വായിക്കാതെ വരുമ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവവുമായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പിശാച് നമ്മളിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. അവൻ ഒരു സ്റ്റെപ്പായിട്ടല്ല അവൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആമേൻ. അവൻ പല തന്ത്രങ്ങളിലൂടെ, ആമേൻ, സ്തോത്രം, പല ഉപായങ്ങളിലൂടെ അവൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം, ആമേൻ, ഒരു മനുഷ്യനിൽ നിന്നും പിശാച് മാറിയതിന് ശേഷം, ആമേൻ, സ്തോത്രം, അവൻ പൂർണ്ണമായി പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പ്രവർത്തികൾ, സംസാരങ്ങൾ, നോട്ടങ്ങൾ, ചിന്തകൾ, ആമേൻ, നാം എങ്ങനെയാണ് എന്നുള്ളത്, ആമേൻ, സ്തോത്രം, അവൻ നമ്മെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയുണ്ടോ? നമുക്ക് ആരാധനയുണ്ടോ? നമുക്ക് വചനവായനയുണ്ടോ? നാം ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും പിശാചിന് നമ്മുടെ ലൈഫിൽ കടന്നു വരാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവവുമായിട്ട് നമുക്ക് യാതൊരു കണക്ഷനുമില്ല എങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അവൻ നമ്മളിലേക്ക് കടക്കുവാനിടയായിത്തീരും. ആമേൻ. സ്തോത്രം. അങ്ങനെ പൈശാചികമായ, ആമേൻ, അടിമത്തത്തിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ മടങ്ങി വരിക. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അശുദ്ധ ആത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം അവൻ നീരില്ലാത്ത തണുപ്പുള്ള പ്രദേശത്തെ അന്വേഷിച്ചു, ആമേൻ, ഹല്ലേലൂയ, നടക്കുന്നു. അവൻ്റെ വാസസ്ഥലം ഏതാണ്? ആമേൻ, ഹല്ലേലൂയ, നീരോട്ടമില്ലാത്ത സ്ഥലങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ തണുപ്പുള്ള അന്തരീക്ഷങ്ങളിലാണ് അവൻ സഞ്ചരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനയുണ്ടോ? ആമേൻ. നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനയില്ലേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, പൈശാചികൻ, ആമേൻ, നിങ്ങളെ തകർക്കുവാനായിട്ട് കടന്നു വരും. ആമേൻ. സ്തോത്രം. കർത്താവ് തന്നെ, ആമേൻ, പല വചനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. പരീക്ഷകനായ പിശാച് അവൻ അലറുന്ന സിംഹമെന്ന പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഊടാടിക്കൊണ്ട് നടക്കുന്നു. ഊടാടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വം, ആമേൻ, ഊടാടി സഞ്ചരിക്കുന്ന ഒരു, ആമേൻ, പൈശാചിക ശക്തിയാണ്, ആമേൻ, ഹല്ലേലൂയ, ഇവിടെ പറയുന്ന ഈ അശുദ്ധ ആത്മാവ്. അശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ. ഹല്ലേലൂയ. വൃത്തിഹീനമായത്, അഴുക്കായത്. ആമേൻ. ഹല്ലേലൂയ. അത് ഒരിക്കലും, ആമേൻ, സ്തോത്രം, ഒരു അഴുക്ക് നമ്മുടെ ശരീരത്തിൽ വന്നാൽ, ആമേൻ, ഒരു ആമേൻ, വൃത്തിയില്ലായ്മ നമ്മുടെ ശരീരത്തിൽ വന്നാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, മറ്റുള്ളവർക്ക് പോലും അതൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അശുദ്ധ ആത്മാവ്, ആമേൻ, അശുദ്ധമായത്, വൃത്തിഹീനമായത്, അഴുക്കായത്. ആമേൻ. ഹല്ലേലൂയ. ആരും ആഗ്രഹിക്കാത്ത ഒന്നാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ അശുദ്ധ ആത്മാവെന്ന് പറയുന്നത്.
ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ആമേൻ. ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റ് എന്താണ്? അത് വിശുദ്ധിയുടെ ആത്മാവാണ്. ആമേൻ. ഹാലേലൂയ. അത് വിശുദ്ധമായതാണ്. ആമേൻ. ഹാലേലൂയ. കള്ളൻ വരുന്നത് എന്തിനാണ്? അവൻ അറുക്കുവാനും മുടിക്കുവാനും നമ്മളിലുള്ള സകലത്തെയും മോഷ്ടിക്കുവാനുമാണ്. ആമേൻ. നമ്മളെ തകർത്ത് കളയുവാനാണ് പിശാച് കടന്നു വരുന്നത്. ആമേൻ. അവന് അവസരം കൊടുക്കാതിരിക്കുക. അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. എങ്ങനെയാണ് നാം കൊടുക്കാതിരിക്കേണ്ടത്? പ്രാർത്ഥനയാലും ഉപവാസത്താലും ആമേൻ. ദൈവിക ആരാധനകൾ മുടക്കാതെ, ദൈവത്തിൻ്റെ വചന ശുശ്രൂഷകൾ മുടക്കാതെ, ദൈവത്തിൻ്റെ വചനത്തെ എപ്പോഴും ഹൃദയത്തിൻ്റെ പലകകളിൽ ആമേൻ ഹാലേലൂയ സംഗ്രഹിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം ഹാലേലൂയ ദൈവത്തിൻ്റെ പാത പിന്തുടരുക. ആമേൻ. ദൈവത്തിൻ്റെ പാത എന്താണ്? ആമേൻ. നീതിയുള്ള പാതയാണ്. ആമേൻ. ആ നീതിയായ കർത്താവിനെ ആമേൻ വിളിച്ചപേക്ഷിക്കുക. അവൻ തീർച്ചയായും ഉത്തരമരുളും. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പൈശാചികമായ ഏതെങ്കിലും അടിമത്തത്തിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ആമേൻ, പ്രിയ സഹോദര സഹോദരി, ആമേൻ, നിങ്ങൾ മടങ്ങി വരിക. ഈ വചനത്തിലേക്ക് മടങ്ങി വരിക. ആമേൻ. ഈ യേശുവിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധാത്മാവ് കടന്ന് ആമേൻ ഹാലേലൂയ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലും അധികമായി ആമേൻ നിങ്ങളെ അവൻ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിലേക്കും ദൈവത്തിൻ്റെ ആമേൻ ഹാലേലൂയ കോളിങ്ങിലേക്കും മടങ്ങി വരിക. ആമേൻ സ്തോത്രം ഹാലേലൂയ. പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തുകയും ആമേൻ ഹാലേലൂയ നിങ്ങളുടെ ജീവിതത്തെ ആമേൻ തകർച്ചയിൽ നിന്നും ആമേൻ ഉയർച്ചയിലേക്ക് എത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. ആമേൻ ഹല്ലേലൂയ. നിങ്ങളിത് മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ പാത പിന്തുടരുക. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ആമേൻ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. ആമേൻ സ്തോത്രം. അവന് നിങ്ങൾ പ്രവർത്തിപ്പാൻ സമയം കൊടുക്കാതിരിക്കുക. അവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആമേൻ ഹാലേലൂയ ഒരു ആമേൻ സ്പിരിറ്റാണ്. ആമേൻ ഹാലേലൂയ. അത് ഏത് മനുഷ്യനിൽ നിന്നാണ് ആ ശക്തി പുറപ്പെട്ടു പോയത്, ആമേൻ ആ മനുഷ്യനെ തന്നെ ആമേൻ ഹാലിൽ അവൻ വീക്ഷിക്കുവാൻ തയ്യാറാകും. അവൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? അവൻ്റെ സംസാരം എങ്ങനെയാണ്? അവൻ എപ്പോൾ ദൈവത്തിൽ നിന്നും ആമേൻ ഹാലേലു താഴെ വീഴും. ആമേൻ. അവനെ എങ്ങനെ ദൈവത്തിൽ നിന്നും അകറ്റാം എന്നുള്ള ആമേൻ ദോഷപ്രവർത്തികൾ നിരൂപിച്ചുകൊണ്ട് ഊടാടിക്കൊണ്ട് നടക്കുന്ന ഒരു അശുദ്ധ സ്പിരിറ്റിനെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ശാസിക്കുന്നുണ്ടോ? ആമേൻ. എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പൈശാചികമായ പ്രവൃത്തികളുണ്ടോ? ആമേൻ സ്തോത്രം. കർത്താവെ, എന്നെ അതിൽ നിന്നും വിടുവിക്കണമേ. ആമേൻ. എനിക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ദൈവത്തിൽ ആമേൻ ഭയപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വഴി പിന്തുടരുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുവാൻ ആമേൻ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എവിടെയൊക്കെയോ ആത്മാവിൽ ആമേൻ സ്തോത്രം ആമേൻ വീണുപോയി. കർത്താവെ, ഞാൻ എവിടെയൊക്കെയോ ആമേൻ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയി. എവിടെയൊക്കെ ഞാൻ ആരാധനയിൽ കുറഞ്ഞു പോയി. എവിടെയൊക്കെയോ എൻ്റെ വചന വായനയിൽ ഞാൻ കുറവ് കാണിച്ചു. ആമേൻ. യേശുവേ, ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആമേൻ ഒന്ന് മനം തിരിഞ്ഞ് നീ വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ നിൻ്റെ ലൈഫിൽ ആമേൻ സ്തോത്രം ആമേൻ പൈശാചികന് കടപ്പാൻ കഴിയില്ല. ആമേൻ സ്തോത്രം. നിൻ്റെ വാക്കിലുള്ള അധികാരത്തിലൂടെ, നിൻ്റെ ആമേൻ സ്തോത്രം നോട്ടത്തിലൂടെ ആമേൻ സ്തോത്രം നിന്നിൽ നിന്നും ഒരു തീ ആമേൻ പുറപ്പെടുക. ആമേൻ സ്തോത്രം. ആ സ്വർഗീയ തീയാൽ ആമേൻ അവൻ നിന്നെ മുറ്റും നിറയ്ക്കുവാനിടയായിത്തീരും. നിന്നെ കാണുമ്പോൾ പൈശാചിക മേഖലകൾ ആമേൻ പൈശാചിക ലോകം വിറച്ചു മാറുന്ന ആമേൻ ഒരു അനുഭവത്തിലേക്ക് നീ കടക്കുവാൻ തയ്യാറാകണം. അവന് നിൻ്റെ ഹൃദയത്തിൽ ആമേൻ സ്തോത്രം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ലൈഫിൽ നിൻ്റെ തലമുറകളുടെ ഭാവിയിൽ നിൻ്റെ ആമേൻ സ്തോത്ര സാമ്പത്തിക മേഖലകളിൽ നിൻ്റെ ഉപജീവന മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ഒരു മേഖലകളിലും പിശാചിന് ഇടം കൊടുക്കാതെ ഇരിക്കുക. ആമേൻ. അതിന് ആമേൻ സ്തോത്രം നീ തീയാകുക. ആമേൻ ഹല്ലേലൂയ സ്തോത്ര. ആമേൻ സ്തോത്രം. നീ നോക്കുമ്പോൾ തന്നെ ദൈവശക്തി ആമേൻ നിന്നിലൂടെ ആമേൻ പുറപ്പെടുന്ന ഒരു അഭിഷേകം ആമേൻ ഹല്ലേലൂയ നിൻ്റെ ലൈഫിലേക്ക് വരുവാനായിട്ട് നീ ആഗ്രഹിക്കുക. നിൻ്റെ ജീവിതത്തിലേക്ക് ആമേൻ അങ്ങനെ ഒരു ദൈവശക്തി ആമേൻ ഹല്ലേലൂയ ലഭിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം നിന്നെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന് വേണ്ടി ആമേൻ അധികമായി ഉപയോഗപ്പെടുവാൻ ആഗ്രഹിക്കുക. അധികമായി ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുക. ആമേൻ ഹല്ലേലൂയ. എങ്കിൽ ഒരു പൈശാചിക മേഖലകളും നിന്നെ അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ആമേൻ. നിന്നെ കാണുമ്പോൾ തന്നെ അവൻ വിറച്ചു ഓടുന്ന ആമേൻ ദുഷ്ടൻ ആരും ഓടിക്കാതെ ഓടിപ്പോകുന്ന ഒരവസ്ഥ ആമേൻ കാണുവാനായിട്ട് സാധിക്കും. അവൻ ഒരു വഴിയായി വന്നുവെങ്കിൽ 7 വഴിയായി ചിതറിപ്പോകുന്ന ഒരു ദൈവപ്രവൃത്തി കണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ നീ കർത്താവിൽ സന്തോഷിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ആമേൻ നിങ്ങളേവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.